ഹലോ ഹായ് ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. പറയൂ. സുഖം. അടിപൊളിയാണ്. ഇന്ന് നമ്മുടെ ചിങ്ങം 1-ാം തീയതിയാണ്. സ്വർണ്ണമഹാൽ പോത്തി സ്വർണ്ണമഹാലിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനൊരു ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് ഓഫ് ദ സ്വർണ്ണമഹാളാണ് പോത്തീസിൻ്റെ. ജ്വല്ലറീസൊക്കെ മെൻസിന് നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ. അതെ ഇത് ഇവിടുത്തെ ഗോൾഡാണ്. ഇത് കസ്റ്റം ഗോൾഡാണ്. ഈ വളയൊക്കെ ഇവിടുത്തേതാണ്. അപ്പോൾ മെൻസിന് നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ. ഈ ഗോൾഡ് അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അതെ. പിന്നെ ബിഗ് ബോസിന് ശേഷം എല്ലാവരെയും കൂടെ ഉള്ളവരൊക്കെ കാണാറുണ്ടോ? കൂടെയുള്ളവരൊക്കെ കാണാറുണ്ട്. ഇപ്പം ഇടയ്ക്ക് നമ്മുടെ ഒരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട്. അല്ല നാദിറയൊന്നും അല്ല. അതിൽ വേറെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ എറണാകുളത്ത് വെച്ചിട്ട് ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു. അതെ. അടിപൊളിയല്ലേ, സെറ്റപ്പായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. റോക്കറ്റിന്റെ കുപ്പിയൊക്കെ സംഭവം ഞാൻ ഇറങ്ങിയതിനു ശേഷം ഒരു എമൗണ്ട് ഒക്കെ ഇട്ടായിരുന്നു. അപ്പം ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുപ്പി വിറ്റാന്നല്ലേ? അല്ല, കുപ്പി ഉടനെ തന്നെ ലേലത്തിന് വെക്കുന്നുണ്ട്. ചുമ്മാ ചുമ്മാ തമാശ പറയാതാ. അതൊക്കെ ചുമ്മാ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബിഗ് ബോസിന് ശേഷം ആരുമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺടാക്ട് ഉള്ളത്? ജനങ്ങളുമായിട്ട് കുറച്ചുകൂടെ കോൺടാക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മീഡിയ ആൾക്കാരായിട്ടൊക്കെ കുറച്ചുകൂടെ കോൺടാക്റ്റ് ഉണ്ട്. പിന്നെ ബിഗ് ബോസിനകത്തുള്ള ആൾക്കാർ ചെറിയ രീതിയിലുള്ള കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്, അല്ലാണ്ട് വലിയ കോൺടാക്റ്റ് ഒന്നും ആരുമായിട്ടും ഇല്ല. അതറിഞ്ഞൂടാ, കാര്യം എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലല്ലോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ പോയ സ്ഥിതിക്ക് ഇപ്പം പ്രത്യേകിച്ച് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ തെറി പിടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. എങ്കിൽ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെയുള്ള സപ്പോർട്ടും തെറിവിളികളൊക്കെ നമുക്ക് കേൾക്കാം. അതല്ല, തീർച്ചയായിട്ടും ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ അറിയുന്നുണ്ട്, കുറച്ച് പേരൊക്കെ അറിയുന്നില്ല. പിന്നെ കുറച്ച് താടി വളർന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ പുതിയ പടത്തിൻ്റെ ആവശ്യമായിട്ട് ചെയ്യുകയാണ്. അതെ, ഇന്ന് സാറ്റർഡേ അല്ലേ? സാറ്റർഡേ ചെറിയൊരു റൈഡുണ്ട്. പിന്നെ റൈഡ് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ 2 ദിവസം കൊണ്ട് അവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി വിട്ടുപോയി. പിന്നെ ഞാൻ ഓൺ ദ വേയിൽ പിന്നെ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അതെ. റൈഡ് അത്യാവശ്യം പോകാറുണ്ട്. പിന്നെ ലാസ്റ്റ് ഇപ്പം വലിയ റൈഡുകളൊന്നുമില്ല, അത്യാവശ്യം ചെറിയ റൈഡുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ അല്ലേ? അറിയാലോ. ശരി. ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങുന്നു, ഭയങ്കര ഒന്ന് കണ്ടിരിക്കട്ടെ.